Hi friends, welcome back to our channel Dreamcatcher by A Square. A for Arun. A for Ankita. Yes. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഐസ്ക്രീം റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതെ, ഐസ്ക്രീം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ മെറി ബോയ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ പല ടൈപ്പ് ഫ്ലേവേഴ്സ് ഐസ്ക്രീം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് 27 ഫ്ലേവേഴ്സ് ഉണ്ട്. നമ്മളതിൽ 19 ഫ്ലേവേഴ്സ് കഷ്ടപ്പെട്ട് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ആ ഐസ്ക്രീം എല്ലാം നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തി അത് നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഫ്ലേവേഴ്സ്. ഇത് മെറി ബോയുടെ പറഞ്ഞ പോലെ 19 ടൈപ്പ് ഫ്ലേവേഴ്സ് നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലേവേഴ്സ് ഒന്നൊന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ വനീല, അൽഫോൺസോ മാംഗോ, സ്പാനിഷ് ഡിലൈറ്റ്, ടെൻഡർ കോക്കനട്ട്, ചിക്കു, കിവി, പൈനാപ്പിൾ, ബ്ലാക്ക് കറന്റ്, പിസ്ത, सीताफल, केसर बादाम पिस्ता, जैकफ्रूट, my favorite chocolate, blueberry, strawberry, passion fruit, butterscotch, fig and honey, and lastly strawberry vanilla. Okay, let's start it. Okay, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? എൻ്റെ ഫേവറേറ്റ്? Yes, okay, chocolate. ചോക്ലേറ്റ് തന്നെ. ഞാൻ ആക്ച്വലി 19 സ്പൂൺസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഫോർ 19 ഓഫ് ദം മാഗിയുടെ കൂടെ പണ്ട് എപ്പോഴും ഫ്രീ കിട്ടിയതാണ്. ഫുള്ള് വെള്ളമായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് പറയുന്ന റേറ്റ് 155 ആണ് പറയുന്നത്. നാച്ചുറൽ കളർ ആൻഡ് ഫ്ലേവർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതെ, ട്രൈ ചെയ്തു. ചോക്ലേറ്റ് ആയതുകൊണ്ട് മൈ ഫേവറേറ്റ് ആണ്. എനിക്കിഷ്ടമല്ല, ഞാൻ എൻ്റെ ഈ ചോക്ലേറ്റ് എതിരാണ്. നീ കിട്ടിയാൽ കഴിക്കുന്നുള്ളൂ, കുഴപ്പമില്ല, മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് ഏതെടുക്കാം? നെക്സ്റ്റ് പറയ്, നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ്. ഓക്കെ, ടെൻഡർ കോക്കനട്ട്. ഓക്കെ, ടെൻഡർ കോക്കനട്ട്. വേണോ? കുഴപ്പമില്ല, ഇത് നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൽ ആക്ച്വലി ടെൻഡർ കോക്കനട്ടിന്റെ പൾപ്പൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷെ ഐസ്ക്രീം ആയതുകൊണ്ട് പിന്നെ കഴിക്കാം. നമ്മൾ ഐസ്ക്രീം ചെറിയ കഴിച്ചു, പക്ഷെ അത് കാണിച്ചല്ലോ. മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്, വോയിസ് ക്ലാരിറ്റി ഉണ്ടോന്ന് എനിക്കറിയില്ല. പിന്നെ ടെൻഡർ കോക്കനട്ട്. ആക്ച്വലി ടെൻഡർ കോക്കനട്ടിൽ അവർ കുറച്ച് പൾപ്പൊക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ആണ്. ടെൻഡർ കോക്കനട്ടിൻ്റെ റേറ്റ് 200 ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏത് ഓപ്പൺ ചെയ്യാം? പെട്ടെന്ന് വേണ്ടി വരും, എല്ലാം മെൽറ്റായി തുടങ്ങി. പൈനാപ്പിൾ ഈ ഓർഡർ. ഓക്കെ, പൈനാപ്പിൾ ആണ് നെക്സ്റ്റ് ട്രൈ ചെയ്യുന്നത്. നല്ല യെല്ലോ കളറിലൊക്കെ കാണുന്നുണ്ട്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പൾപ്പുണ്ട്, പൾപ്പും ഐസ്ക്രീം മിക്സ് ചെയ്തെടുത്ത് നോക്കാം. ജാം ഇട്ടേക്കുന്ന പോലെ ഒരു as I said, ഒരു jelly like particles ഉണ്ട്. particles അല്ല, എന്താ പറയാ, like kind of jelly feel, right? എനിക്ക് ജാമാണ് ഓർമ്മ. ജാം, exactly. ആക്ച്വലി ഇത് ജാമിൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നില്ല, ഞാൻ കൗണ്ട് ചെയ്ത് 19 ആയതുകൊണ്ടായിരുന്നു. ഞാൻ ഒരു സ്പൂൺസ് കുഴപ്പമില്ല, ഒരു ജാമാണ്. പക്ഷേ ജാമിൻ്റെ ഒരു ഫീൽ, റൈറ്റ്? ഓവറോൾ ഒരു ഫീൽ ജാമിൻ്റെ. നെക്സ്റ്റ് കിവി. നെക്സ്റ്റ് നമ്മൾ കിവിയാണ് ട്രൈ ചെയ്യുന്നത്. ഓ, പൈനാപ്പിളിൻ്റെ റേറ്റ് പറയാൻ മറന്നു. പൈനാപ്പിൾ 155 ആണ്. നെക്സ്റ്റ് കിവി. കിവി 180 ആണ് ഇവർ MRP ഇട്ടിരിക്കുന്നത്. അതെ, കിവി.
അവർ അത്യാവശ്യം പൾപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് ഐസ്ക്രീമാണ്. ഇതും മേളിലൊരു ജെല്ലി ഉണ്ടല്ലോ. ത്രൂ ഔട്ട് ഉണ്ടോ എന്ന് അറിയില്ല. അറിയില്ല, ഇത് ടോപ്പ് സൈഡ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു ടാങ്കി ടേസ്റ്റ് ഉണ്ട് റൈറ്റ് എവിടെയൊക്കെ. ത്രൂ ഔട്ട് ഉണ്ടോ എന്ന് അറിയില്ല, മുഖം കഴിക്കേണ്ടി വരുമല്ലേ. അതിൽ ടോപ്പ് സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. ടോപ്പ് സൈഡിൽ അത്യാവശ്യം അവർ പൾപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഫുള്ളൊന്നും കഴിക്കാൻ പോകുന്നില്ല, ലാസ്റ്റ് ഷുഗറായി ഹോസ്പിറ്റലൈസ് ആവേണ്ടി വരും. ഇല്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ബ്ലാക്ക് കറന്റ്. ബ്ലാക്ക് കറന്റ് എമൗണ്ട് വരുന്നത് 160 ആണ് ബ്ലാക്ക് കറന്റ് എന്ന് പറയുന്നത്. ആക്ച്വലി മെൽറ്റായി ഫുള്ള് വെള്ളമായിട്ടുണ്ട് ഇവിടെ. റെസിൻസ് പോലെ റൈറ്റ് മേളില് ബ്ലാക്ക് സെയിം സ്പൂൺ ആണോ യൂസ് ചെയ്യുന്നത്? മാറ്റാം. നല്ല ലുക്കല്ലേ, ഓൾമോസ്റ്റ് എല്ലാം മെൽറ്റ് ആയിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കിവി ഐസ്ക്രീം ട്രൈ ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കിവി ട്രൈ ചെയ്യുന്നത്. സോറി ബ്ലാക്ക് കറന്റ്. നെക്സ്റ്റ് ഓപ്പൺ ഫാസ്റ്റ്. ചിക്കു റൈറ്റ്, ചിക്കു നമ്മൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഓപ്പൺ ആവാൻ സ്പെഷ്യലി ഒന്നും തന്നെ ടോപ്പ് സൈഡിലില്ല, പ്ലെയിൻ ആണ്. പക്ഷേ നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ട്. ഇതിന്റെ ടെക്സ്ചർ ആക്ച്വലി കുറച്ച് ഗ്രെയിനി ടെക്സ്ചറാ. ഹലോ ടെക്സ്ചർ കുറച്ച് ഗ്രെയിനിയാണ്. ഓക്കെയാണ്, ചിക്കുവിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു പൾപ്പും കാര്യങ്ങളൊന്നും അവർ ആഡ് ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഓക്കെയാണ്. സ്മൂത്ത് ടെക്സ്ചർ. Next we have Spanish Delight. സ്പാനിഷ് ഡിലൈറ്റ് പിക്ചേഴ്സ് ഉണ്ടോ? സോറി, ചിക്കുവിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞില്ല. 165 ആണ് ചിക്കുവിന്റെ റേറ്റ്. So basically almost ഒരു 150 above ഇരിക്കും. 200 range ആണ്. ഇത് ഹാഫ് ലിറ്റർ ആണ് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 2 എണ്ണം മാത്രം നമുക്ക് 1 ലിറ്റർ ആണ് കിട്ടിയിട്ടുള്ളത്. സ്ട്രോബെറി വാനിലയും ഫിഗ് ആൻഡ് ഹണിയും. ബാക്കിയെല്ലാം ഹാഫ് ലിറ്ററിന്റെ തന്നെ കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി കുറെ ബുദ്ധിമുട്ടി ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്യാനായിട്ട്. എല്ലാം ഒരേ സ്പേസിൽ അവൈലബിൾ അല്ലായിരുന്നു. സ്പാനിഷ് ഡിലൈറ്റ് ഇത് 160 ആണ്. നാച്ചുറൽ കളർ ആൻഡ് ഫ്ലേവർ എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം അങ്ങനെയാണ് ഒരു ലേബൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് സ്പാനിഷ് ഡിലൈറ്റ്. നമ്മൾക്ക് ലാജ ഐസ്ക്രീംസിനകത്തും ഇങ്ങനെ കുറെ ഫ്ലേവേഴ്സ് ഉണ്ട്, ബട്ട് ഇത്രയില്ല റൈറ്റ്. ഇത് ആക്ച്വലി 27 ഫ്ലേവേഴ്സ് ഉണ്ട്. ബാക്കിയെല്ലാം സീസണിലാണ്. ലുക്സ് ലൈക്ക് ചിക്കു. ഇത് കാണിക്കട്ടെ. ചിക്കുവിന്റെ അതേ ടെക്സ്ചറാണ് കാണാനായിട്ട്. ആക്ച്വലി ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്. ശരിയാ, ചിക്കുവിന്റെ ടെക്സ്ചർ കൂടെ എല്ലാം മെൽറ്റ് ആയി ഓൾമോസ്റ്റ്. ചെറിയൊരു കോഫി പോലെ തോന്നുന്നു. എന്താണെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടും. സ്പാനിഷ് ഡിലൈറ്റ് നല്ല സംഭവം. പിക്ചേഴ്സ് ഒക്കെ കണ്ടിട്ട് എല്ലാം അവിടെ മിക്സ് ആണെന്ന് തോന്നുന്നു. ഈ കാഷ്യൂ ഒക്കെ കിട്ടിയായിട്ട് തോന്നുന്നു. ഇൻഗ്രീഡിയൻസ് നോക്കേണ്ടി വരും. കാഷ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇൻഗ്രീഡിയൻസ് എവിടെ? അതിന്റെ പിക്ചറില് കാഷ്യൂ ഉണ്ട്, സം നട്ട്സ് കാര്യങ്ങളൊക്കെയാണ് അവർ ആഡ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. നെക്സ്റ്റ് പിസ്ത. ഓക്കെ, പിസ്ത 150 ആണ് പിസ്തയുടെ റേറ്റ്. എല്ലാം ഓൾമോസ്റ്റ് മെൽറ്റ് ആയിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയും ഇടിയാണ്. ഓ, പ്രസന്റേഷൻ കൊള്ളാം ആക്ച്വലി അല്ലേ. പിസ്ത തന്നെ, അത് കാഷ്യൂ ആണ്. ഓക്കെ, പിസ്ത പ്ലസ് കാഷ്യൂ ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പിസ്ത പ്ലസ് കാഷ്യൂ ആണെന്ന് തോന്നുന്നു. പിസ്ത മാത്രമേ ഉള്ളൂ. ലൈക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടേക്കും 2 ആയിട്ട്. താങ്ക് യു. പിസ്ത നോർമലി നമ്മൾക്ക് കഴിക്കാൻ കിട്ടുമല്ലോ, അതുപോലെ തന്നെ. നോർമൽ പിസ്ത ഐസ്ക്രീമിൻ്റെ കൂടെ കുറച്ച് പിസ്തയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത്ര തന്നെ.
കുഴപ്പമില്ല. I feel like eating them all together. അമ്മ കണ്ട ഓടിക്കും. ഓക്കെ നെക്സ്റ്റ്. Okay, fine. Alfonso mango. യെസ്, അൽഫോൺസോ മാംഗോ. ഇത് 150 ആണ് അൽഫോൺസോ മാംഗോയുടെ റേറ്റ്. മാംഗോയുടെ സെയിം കളറൊക്കെയാണ്, യെല്ലോ കളർ. നമ്മൾ സെയിം സ്പൂൺ തന്നെ യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് യൂഷ്വലി മാംഗോ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇഷ്ടമല്ല. പോരാ. കുറച്ച് ഓവർ റൈപ്പ് ആയ ഒരു മാംഗോയുടെ ഫീൽ ഉണ്ട്. അതെ. പക്ഷെ ഐ തിങ്ക് അൽഫോൻസോ ആയിക്കൊണ്ടായിരിക്കും. മേബി ആയിരിക്കും. ഇഷ്ടപ്പെട്ടില്ല. നല്ല സുഖമില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കുന്നത് സീതാഫൽ. സീതാഫൽ. അതെ, സീതാഫൽ ഹിന്ദി വേർഡല്ലേ, എന്താണ് ഇത്? സീതാഫൽ is basically custard apple. കസ്റ്റേർഡ് ആപ്പിളാണ്. ഇതാണ് ഫോട്ടോ. പിന്നെ ഇത് കുറച്ച് മെൽറ്റാണെന്നൊക്കെ ഇരിക്കുന്നുണ്ട്. കാണാനൊക്കെ ടെൻഡർ കോക്കനട്ടിൻ്റെ അതേ ഒരു ഇത് ടെക്സ്ചറാണ്. പിന്നെ പൾപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടില്ല. ഉള്ളില്ല. എന്തോ പോലെ ഇഷ്ടപ്പെട്ടില്ല അല്ലേ? എന്തോ പോലെ എന്തോ പോലെന്ന് ചോദിച്ചാൽ നമ്മളവിടെ ഒരു ഫ്രൂട്ട് അവൈലബിൾ ഇല്ലേ, ഒരു ഗ്രീൻ കളറിലെ ആത്തിച്ചക്ക. അതെ, നമ്മുടെ മുള്ളാത്തി ആത്തിച്ചക്ക. അതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ട്. മേബി ഐസ്ക്രീം ആക്കിയതുകൊണ്ടായിരിക്കാം. So that's a no for me. 195 ആണ് സീതാഫലിലേക്ക്. 195 comparatively costlier. ടെൻഡർ കോക്കനട്ടാണ് 200 ഇതുവരെ വന്നിട്ടുള്ളതിൽ കൂടുതൽ. നെക്സ്റ്റ് കേസർ ബദാം പിസ്ത. ഇത് 170 ആണ്. കേസർ ബദാം പിസ്ത. Should be good. ഐ തിങ്ക് സോ. Rich ആയിരിക്കും. നാച്ചുറൽ കളർ ആൻഡ് ഫ്ലേവർ. Looks really good. ഓ, ബദാം പിസ്ത. നല്ല കളേഴ്സ്. അതെ, See. ബദാം പിസ്ത എല്ലാം ഒരു ടോപ്പിങ്സിലുണ്ട്. അകത്തോട്ടൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ ടോപ്പ് മാത്രമേ നോക്കുന്നുള്ളൂ. നല്ലതാ. നല്ലതാ. ഞാൻ കുഞ്ഞുനാൾ കഴിച്ച ഒരു ഓർമ്മ, ലൈക്ക് അങ്ങനെയല്ല, വീട്ടിലെപ്പോഴും അമ്മ ഉണ്ടാക്കി തന്നൊരു ഓർമ്മ. കൊള്ളാം. കേസർ ബദാം പിസ്ത. ഓക്കെ നെക്സ്റ്റ്. നെക്സ്റ്റ് ഈസ് വനില. Vanilla. നമ്മുടെ നോർമൽ വനില. വാനില റേറ്റ് 110 ആണ്. അതെ, വാനിലയ്ക്കാണ് റേറ്റ് കുറവ്. ഇതുവരെ 110 ഇപ്പോൾ ഐ വന്നിരിക്കുന്നത്. തിങ്ക് നോർമലി അവൈലബിൾ അല്ല, അതുകൊണ്ടായിരിക്കും. നോർമലാണ്, വേറെ ഒന്നും തന്നെയില്ല, ഫ്ലേവർ മാത്രമാണ്. As always, another. Nothing special to say, right? നമ്മുടെ normal. എല്ലാ ബ്രാൻഡിലും നമുക്ക് അവൈലബിൾ ആണ് വാനില. ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. ഇപ്പൊ അവർ ഏതാണ് ഫേവറേറ്റ്? ഇതുവരെ എനിക്ക് തോന്നിയത് കേസർ ബദാം പിസ്ത ഒക്കെയാണ്. പിന്നെ ടെൻഡർ കോക്കനട്ട്. എനിക്ക് ടെൻഡർ കോക്കനട്ട് എന്താണ് ചോക്ലേറ്റ്. ഓക്കെ നെക്സ്റ്റ് ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ച് 155 ആണ് റേറ്റ്. ഓ, ഇഷ്ടപ്പെടാത്തത് മാംഗോ, റൈറ്റ്? ഈ സീതാഫൽ നമുക്ക് പോരാ. ഇതാണ് ബട്ടർ സ്കോച്ച്. ബട്ടർ സ്കോച്ച്. Butterscotch should be good than ഇതൊരു തന്നെയല്ലേ? ഇതൊക്കെ ടോപ്പിംഗ്സിൽ ഒരു ആഡ് ചെയ്തിട്ടുണ്ട്. കാരമലൈസ്ഡ് ഫ്ലേവർ ഉണ്ട്, ഫ്ലേവർ ഉണ്ട്. കുഴപ്പമില്ല. കാരമൽ മിക്സ് ആ മേളിൽ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഉണ്ടോ? ടോപ്പിംഗ്സ് അറിയില്ല. ടോപ്പിംഗ്സ് കാരമൽ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. പറ്റുമല്ലോ. ചില ജസ്റ്റ് ബട്ടർ മാത്രമേ തോന്നുന്നു, റൈറ്റ്? ബട്ടർ ആൻഡ് സം മിന്റ്. നെക്സ്റ്റ് നമ്മുടെ ജാക്ക് ഫ്രൂട്ട്. ജാക്ക്
ഫ്രൂട്ട് എനിക്ക് ഇഷ്ടമല്ല. ഐ ഹാഡ് ഇറ്റ് ബിഫോർ. ജാക്ക് ഫ്രൂട്ട് ആണ് 165 ആണ് ജാക്ക് ഫ്രൂട്ടിന്റെ റേറ്റ് പറയുന്നത്. അഴിഞ്ഞ ചക്കയുടെ ടേസ്റ്റ് ആണ്. നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ചൊക്കെ ഫ്ലേവേഴ്സ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് നേരത്തെ. എനിക്ക് വേണ്ട. ആക്ച്വലി ലുക്സ് ലൈക്ക് ബനാനയുടെ സെയിം കളറും കാര്യങ്ങളൊക്കെയാണ്. ബനാന സോറി മാംഗോ, അൽഫോൺസ മാംഗോ. എനിക്ക് ഇഷ്ടമല്ല. ഒരുമാതിരി അഴിഞ്ഞ ടേസ്റ്റ്. ഐ ലൈക്സ് ഇറ്റ് ഐ തിങ്ക്. നോ നോ, ഇത് എന്ത് ചക്കയാണെന്നൊന്നും അറിയില്ല. ചക്കയുടെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ കുറച്ച് ഓവർ ഇതായിപ്പോയി. നമ്മുടെ നാട്ടിൽ ചക്ക വരട്ടി ഉണ്ടാക്കും, അതേ ഒരു ടേസ്റ്റ് അതെ. ചക്ക വരട്ടി അതേപോലത്തെ ടേസ്റ്റ്. ജാക്ക് ഫ്രൂട്ട് നെക്സ്റ്റ് തീരാറായി. ഇനി നമുക്ക് We have got 5 more. പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ട് എനിക്ക് ഇഷ്ടമല്ല. 180 ആണ് പാഷൻ ഫ്രൂട്ടിന്റെ റേറ്റ്. ഐസ്ക്രീം കഴിച്ച് ഇതിൽ ഒരു കുറച്ച് ടോപ്പിങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടിന്റെ പൾപ്പൊക്കെ കുറച്ച് ആഡ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. നോക്കാം. ഇത് ഓൾറെഡി കഴിച്ചിട്ടുള്ളതാണ് നമ്മൾ. പറഞ്ഞു വരുമ്പോൾ എല്ലാം പക്ഷേ ഇതില് ഇതിന്റെ കുരു ഒന്നും കാണാനില്ല. മുൻപ് കഴിച്ചതിൽ കുരു ഒക്കെ ഉണ്ടായിരുന്നു. അത് താഴെ ഉണ്ടാവും. എനിക്കിത് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇതിലും ഒരു ജെലി ടെക്സ്ചർ ഉണ്ട്. അതെ, പാഷൻ ഫ്രൂട്ടിന്റെ ജെല്ലിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ കുരു ഒന്നും കാണാനില്ല. സാധാരണ കുറച്ച് കുരു ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതിൽ കാണുന്നില്ല. ഫ്രഷ് നമ്മൾ ഡയറക്റ്റ്ലി ഫ്രൂട്ട് എടുത്ത് കഴിക്കുന്ന സെയിം ടേസ്റ്റ് ആണ് വരുന്നത്. 180 ആണ് പാഷൻ ഫ്രൂട്ടിന്റെ MRP. നെക്സ്റ്റ് ബ്ലാക്ക് കറന്റ് അല്ലേ? ഇത് ബ്ലാക്ക് കറന്റ്. ബ്ലാക്ക് കറന്റ് റേറ്റ് 200 ആണ്. അപ്പോൾ ഇതും ടെൻഡർ കോക്കനട്ടും ആണ് 200 റേറ്റിൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. മിക്സ് ഓഫ് ഒരു പർപ്പിൾ കളർ ത്രൂ ഔട്ട്. അതോ ഗ്രേപ്പ് ആയിരുന്നു? അല്ലല്ല, ബ്ലാക്ക് കറന്റ് ആണ്. ഓ മൈ ഗോഡ്, ദിസ് ലുക്സ് എന്തോ പോലെ. ഇതാണ് ബ്ലാക്ക് കറന്റ് ആക്ച്വലി ടോപ്പിംഗ്. കുറച്ച് മെൽറ്റ് ആയിക്കൊണ്ടാണ്. മെൽറ്റ് ആയിരിക്കുകയാണ് ആക്ച്വലി. പക്ഷേ ഇത് നമ്മൾ കഴിച്ചിട്ടില്ലേ? കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അല്ലല്ലോ, എനിക്ക് തോന്നുന്നില്ല. കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ ഇതിന്റെ ടോപ്പ് പോർഷൻ കണ്ടില്ല. അതിന് മുമ്പേ ചില ആൾക്കാർ അത് അടിച്ചു മാറ്റിയിരുന്നു. ഇതും ഓക്കെയാണ്. ഇതിന്റെ കളർ നല്ല ഒരു എന്താ പറയാ, പർപ്പിൾ. ലൈക്ക് നല്ല മിക്സ് ഓഫ് കളേഴ്സ് ആണ്. ഞാൻ സെയിം സ്പൂണാണ് യൂസ് ചെയ്യുന്നത്. എല്ലാം മിക്സ് ആവുന്നത്. നെക്സ്റ്റ് സ്ട്രോബെറി. സ്ട്രോബെറി അത്യാവശ്യം എല്ലാ ബ്രാൻഡിലും അവൈലബിൾ ആണ്. ഇത് 120 ആണ്. ആക്ച്വലി ഇവിടെ നോർമൽ സ്ട്രോബെറി ഉണ്ട്, സ്ട്രോബെറി വനീല ആണ്. അത് മിക്സ് ആണ്. സ്ട്രോബെറി ഇത് സ്ട്രോബെറി മാത്രമാണ്. ഓക്കെ, സ്ട്രോബെറി ജനറലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണ്. യൂസ് ചെയ്യും. നോർമൽ സ്ട്രോബെറി ഫ്ലേവർ നമ്മളെല്ലാം എല്ലാ ബ്രാൻഡിലും കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. നെക്സ്റ്റ് എൻ്റെ സ്പൂണിലെല്ലാം ബട്ടർ സ്കോച്ച് ഓപ്പൺ ആക്കിയതല്ലേ? അതെ. അതെ. ഇനിയിപ്പോൾ സ്ട്രോബെറി വാനില. സ്ട്രോബെറി വാനിലാണ്. ഇത് പക്ഷേ 1 ലിറ്ററാണ് നമുക്ക് കിട്ടിയത്. ഹാഫ് ലിറ്റർ അവൈലബിൾ അല്ലായിരുന്നു. കുറേ ട്രൈ ചെയ്തു. അവസാനം കിട്ടിയത് 1 ലിറ്ററാണ്. ഇത് 1 ലിറ്ററിന് പറയുന്നത് 225 ആണ്. 225 ആണ് 1 ലിറ്ററിന്. സ്ട്രോബെറി വാനില. നല്ല ലുക്ക്. ഇത് വാനില സ്ട്രോബെറി. അതെ, മിക്സ് ഓഫ് വാനില ആൻഡ് സ്ട്രോബെറി. നല്ല ഭംഗിയാണ്. കഴിച്ചുകൂടെ നോക്കാം. ഫുള്ള് വെള്ളമായിരിക്കുകയാണ് ഇവിടെ. ഫൈനലി വേഗം സ്പൂൺ എടുക്കാം. കുറേ നേരം 19 സ്പൂൺസ് കൊണ്ടുവന്നിട്ട് ഇത് ഫ്രീസ് ചെയ്യണം. അല്ല വീണ്ടും ഫുള്ള് ഇഷ്ടമായില്ല. കുഴപ്പമില്ല. ഇറ്റ്സ് എ മിക്സ് ഓഫ് ബോത്ത് വനില ആൻഡ് സ്ട്രോബെറി. റൈറ്റ്? രണ്ടും ഇഷ്ടമാണ് ഓൾമോസ്റ്റ്. ഞങ്ങൾ തമ്മിൽ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സ്ട്രോബെറി വാനില. നെക്സ്റ്റ് നമ്മുടെ ലാസ്റ്റ് ഫ്ലേവർ ആണ് ഡിഫറൻസ് ഉണ്ടായത്. ഫിഗ് ആൻഡ് ഹണി. ഇതിൽ വെനില ആൻഡ് സ്ട്രോബെറി ജസ്റ്റ് മിക്സ് ചെയ്തേ ഉള്ളൂ. വേറെ ഒന്നും തന്നെ ഇല്ല ഇതിൽ. പിന്നെ ഫിഗ് ആൻഡ് ഹണി. ഇത് 1 ലിറ്ററിന് 280 ആണ്. ഫിഗ് ആൻഡ് ഹണി ആക്ച്വലി കുറച്ച് റെയർ ആണ്. അതെ, ഈസിലി അവൈലബിൾ അല്ല. അവൈലബിൾ അല്ല. കുറച്ച് ബുദ്ധിമുട്ടി ഇത് കിട്ടാനായിട്ട്.
And actually, the complete ആയില്ലല്ലോ. We have got 90 total 27 ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. പക്ഷെ 19 മാത്രമേ നമുക്ക് 19 കിട്ടിയിട്ടുള്ളൂ. കിട്ടിയുള്ളൂ. ഫിഗ് ആൻഡ് ഹണിയാണ്. ഡിഫറെന്റ് കളർ അല്ലേ, ഓറഞ്ച് കൈൻഡ് ഓഫ് ഫിഗ് ആൻഡ് ഹണി. ഡ്രൈഡ് ഫിഗ്സ് ആണോ അത്? റീസൺസ് പോലെ വീണ്ടും എന്തോ ഒന്നുണ്ട്. ഇതാണോ ഫിഗാണ് റീസൺസ് പോലെ തോന്നുന്നു. പിക്ചർ ഇതാണ് പിക്ചർ ആക്ച്വലി. ഫിഗ് ആൻഡ് ഹണി. വാങ്ങിച്ചിട്ട് എന്താ ചെയ്യും? താല്പര്യം കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാം. അപ്പോൾ എനിക്കിതിൽ ഫേവറേറ്റ് ആയിട്ടുള്ളത് എവിടെ 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 എല്ലാം കഴിച്ചിട്ട് ടെൻഡർ കോക്കനട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഐ എം കൺഫ്യൂസ്ഡ്. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഇതെല്ലാം ആക്ച്വലി ഹാഫ് ലിറ്ററാണ് നമ്മൾ കളക്ട് ചെയ്തത്. രണ്ടെണ്ണം മാത്രം 1 ലിറ്റർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഏതായാലും ടെൻഡർ കോക്കനട്ട് സജസ്റ്റ് ചെയ്യും എല്ലാവർക്കും. എല്ലാം ഓക്കെയാണ്, പക്ഷേ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ടെൻഡർ കോക്കനട്ട് ആണ്. ചിക്കും ഓക്കെയാണ്. ചിക്കും നല്ല ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ്. I won't suggest chakka, jackfruit and passion fruit. Sorry, what was that? Sitapal and jackfruit. ഇല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും പല ടേസ്റ്റാണ്. എല്ലാവർക്കും പലതായിരിക്കും ഇഷ്ടം. ഏതാണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം. പിന്നെ ഇതെന്താണെന്ന് സ്പാനിഷ് ഡിലൈറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. Mix of nuts ആണെന്ന് തോന്നുന്നു. So we suggest you to try out all this. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്ന we don't know. എന്തായാലും ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർന്നിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീംസ് എന്ത് ചെയ്യണം, ആർക്കെങ്കിലും കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ കഴിക്കാം. കൊടുക്കാം, നമ്മൾ കഴിക്കാൻ നോക്കുന്നത്. ഞാൻ കഴിക്കുന്നില്ല, ഷുഗർ വരും. എന്തായാലും ഓക്കെ. അപ്പോൾ ചോക്ലേറ്റ് തരാം. ഓക്കെ, ചോക്ലേറ്റ് എടുക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ like, share and subscribe. എല്ലാവരും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And yes, do try out. Yes, obviously. അപ്പോൾ എല്ലാവർക്കും bye. See you.